അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 19 ശനിയാഴ്ച. കേരള സർവകലാശാലയിലെ VC രജിസ്ട്രാർ തർക്കം ഒത്തുതീർപ്പിലേക്കെത്തുന്നു. ഇതിന്റെ ഭാഗമായി കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദുവിന്റെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തി. മന്ത്രി നേരിട്ട് VCയെ വസതിയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ് VC മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതെന്നാണ് വിവരം. കേരള സർവകലാശാലയിലെ VC രജിസ്ട്രാർ പോര് അവസാനിപ്പിക്കാൻ സർക്കാർ ഇടപെടുന്നു. പ്രശ്നപരിഹാരം ലക്ഷ്യമിട്ട് നിലപാട് മയപ്പെടുത്തി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു. VC മോഹനൻ കുന്നുമ്മലുമായി താൻ നേരിട്ട് സംസാരിച്ചെന്നും അദ്ദേഹം സർവകലാശാലയിലേക്ക് തിരികെ വന്നത് ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിലെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രശ്നപരിഹാരത്തിനായി സിൻഡിക്കേറ്റ് വിളിക്കാൻ തീരുമാനമായി എന്നും സിൻഡിക്കേറ്റിന് മുൻപായി സമവായ ചർച്ചകൾ ഉണ്ടാകാമെന്നും മന്ത്രി സൂചിപ്പിച്ചു. തർക്കത്തിൽ പരിഹാരം വേണമെന്ന് VCയും ആവശ്യപ്പെട്ടു. അതിനാൽ സിൻഡിക്കേറ്റ് വിളിക്കുന്നതിന് VC തയ്യാറാവുകയും ചെയ്തു. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലെയും കോഴിക്കോട് ജില്ലയിലെ വടകര താലൂക്കിലെയും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി. അങ്കണവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ തുടങ്ങിയവയ്ക്കും അവധി ബാധകമായിരിക്കും. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഇന്ത്യൻ നഴ്സ് നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകാനുള്ള ശ്രമങ്ങൾ അവരുടെ കുടുംബം മാത്രമേ നടത്താവൂ എന്നും ബാഹ്യ സംഘടനകളുടെ ഇടപെടൽ ഗുണം ചെയ്യില്ലെന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. നല്ല ഉദ്ദേശത്തോടെയാണെങ്കിൽ പോലും പുറത്തുനിന്നുള്ള ആരും ഇതിൽ ഉൾപ്പെടരുതെന്നും അറ്റോർണി ജനറൽ R വെങ്കിട്ടരമണി നിർദ്ദേശിച്ചു. കുടുംബത്തിന് ഇതിനകം തന്നെ പവർ ഓഫ് അറ്റോർണിയെ നിയമിച്ചിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. കൊല്ലം തേവലക്കരയിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സ്കൂൾ സന്ദർശിച്ച് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയും ധനകാര്യമന്ത്രി KN ബാലഗോപാലും. മുഖ്യമന്ത്രി പിണറായി വിജയനും ധനമന്ത്രിയുമായി കൂടിയാലോചിച്ച് കുടുംബത്തിന് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്യുമെന്ന് മന്ത്രി V ശിവൻകുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. വിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെന്നും ഇതനുസരിച്ച് പ്രാഥമിക നടപടികൾ എടുത്തു തുടങ്ങിയതായും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. കൊല്ലം തേവലക്കര സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സ്കൂൾ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കി. പ്രധാന അധ്യാപിക S സുജയെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഹൈസ്കൂൾ മാനേജറാണ് ഉത്തരവ് പുറത്തിറക്കിയത്. സ്കൂളിൽ കുട്ടികൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിൽ പ്രധാന അധ്യാപിക വീഴ്ച വരുത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സസ്പെൻഷൻ. അതേസമയം CPM നേതൃത്വത്തിലുള്ള മാനേജ്മെന്റിനെതിരെ ഇതുവരെ നടപടികളൊന്നും എടുത്തിട്ടില്ല. കൊല്ലം തേവലക്കരയിൽ വിദ്യാർത്ഥി സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ കുടുംബത്തിനുള്ള ധനസഹായം കൈമാറി KSEB. വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിയോടെയാണ് ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ വീട്ടിലെത്തി KSEB ചീഫ് എഞ്ചിനീയർ 5 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറിയത്. മിഥുന്റെ അമ്മയുടെ പേരിലാണ് ചെക്ക്. കൊല്ലം തേവലക്കരയിലെ സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ സംസ്കാരം ഇന്ന് നടക്കും. മൃതദേഹം ഇന്ന് രാവിലെ 10 മണിക്ക് സ്കൂളിൽ പൊതുദർശനത്തിന് വയ്ക്കും. ശേഷം 4 മണിയോടെയായിരിക്കും സംസ്കാരം നടക്കുക. മിഥുന്റെ അമ്മ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്ന് ഉച്ചയോടെ വീട്ടിലെത്തുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. കൊല്ലത്ത് സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ കുറ്റക്കാരെ കണ്ടെത്തി നടപടിയെടുക്കണമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ അധികാരികൾ കൈക്കൊള്ളണമെന്നും MA ബേബി ദില്ലിയിൽ പറഞ്ഞു. സംസ്ഥാനത്തെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾക്ക് സമീപം പ്രവർത്തിക്കുന്ന കേറ്ററിംഗ് സ്റ്റാളുകളിലും IRCTC ഭക്ഷണശാലകളിലും റെയിൽവേ പോലീസ് മിന്നൽ പരിശോധന നടത്തി. പാചകശാലകളിലെ ശുചിത്വം, ശുദ്ധജല വിതരണം, പാക്കേജിംഗിന്റെ സുരക്ഷിതത്വം എന്നിവ പരിശോധിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തതായി റെയിൽവേ പോലീസ് സൂപ്രണ്ട് അറിയിച്ചു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തരിൽ നിന്ന് പണം തട്ടാൻ ഓൺലൈൻ തട്ടിപ്പ് മാഫിയ സജീവമായി രംഗത്ത്. നിരവധി ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ ഗുരുവായൂർ ദേവസ്വം തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കുകയും
ഭക്തർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തു. കൺഗ്രാചുലേഷൻസ്. മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFE പുതിയ ഹാർമണി ചിട്ടി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. വ്യാജ പ്രചാരണത്തിനെതിരെ പോലീസിൽ പരാതി നൽകി ധനമന്ത്രി KN ബാലഗോപാൽ. ഹൃദ്രോഗത്തെ തുടർന്ന് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ആൻജിയോപ്ലാസ്റ്റി ശസ്ത്രക്രിയ നടത്തിയതുമായി ബന്ധപ്പെട്ട് കലയന്താനി കാഴ്ചകൾ എന്ന ഫേസ്ബുക്ക് പേജിലൂടെ തനിക്കെതിരെ വ്യാജ പ്രചാരണം നടത്തുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ധനമന്ത്രി KN ബാലഗോപാൽ പരാതി നൽകിയത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം ഓർമ്മദിനത്തിൽ അദ്ദേഹത്തെ അനുസ്മരിച്ച് ബിനീഷ് കൊടിയേരി വൈകാരികമായ കുറിപ്പും വീഡിയോയും പങ്കുവച്ചു. വിശ്രമിച്ചാൽ ക്ഷീണം വരുന്ന ഒരേ ഒരാൾ, ജനസ്നേഹത്തിന് തന്നെ സമർപ്പിച്ച യാത്രയായതിന്റെ ഓർമ്മദിനം. ഉമ്മൻചാണ്ടി അങ്കിൾ നന്ദി, തന്ന സ്നേഹത്തിന് എന്നായിരുന്നു ബിനീഷ് ഫേസ്ബുക്കിൽ കുറിച്ചത്. കോഴിക്കോട് കാവിലുംപാറ പഞ്ചായത്തിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണം. വീട്ടുമുറ്റത്ത് നിന്നവരെയാണ് ആന ആക്രമിച്ചത്. കരിങ്ങാട് മുട്ടിച്ചിറ സ്വദേശി തങ്കച്ചൻ, ഭാര്യ ആനി എന്നിവർക്ക് ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. 2 പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ആഴ്ചയും ഇതേ പഞ്ചായത്തിലുണ്ടായ കാട്ടാന ആക്രമണത്തിൽ 4 പേർക്ക് പരിക്കേറ്റിരുന്നു. KSRTCയുടെ നൂതന സേവന സംവിധാനങ്ങളെ ഏറ്റെടുത്ത് പൊതുസമൂഹം. യാത്രകൾ കൂടുതൽ സുഗമമാക്കാനും ചില്ലറയുടെ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും സഹായിക്കുന്ന KSRTC ട്രാവൽ കാർഡ് ആരംഭിച്ച് ദിവസങ്ങൾക്കുള്ളിൽ സ്വന്തമാക്കിയത് 1 ലക്ഷത്തിലധികം പേർ. കാർഡിന് അപേക്ഷിച്ചിരിക്കുന്നവരുടെ എണ്ണം അധികരിച്ചതിനാൽ 5 ലക്ഷത്തോളം ട്രാവൽ കാർഡുകളാണ് KSRTC ഉടൻ എത്തിക്കുന്നത്. വയനാട് തിരുനെല്ലിയിലെ ബഡ്സ് പാരഡൈസ് സ്പെഷ്യൽ സ്കൂളിൽ അപകടാവസ്ഥയിലായിരുന്ന കെട്ടിടത്തോട് ചേർന്നുള്ള ഹട്ടുകൾ പൊളിച്ചു നീക്കാൻ തുടങ്ങി. മണ്ണുകൊണ്ട് നിർമ്മിച്ച ഹട്ടുകളാണ് പൊളിക്കുന്നത്. സ്കൂളിലെ കെട്ടിടം ഗുരുതര അവസ്ഥയിലാണെന്ന് പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗം റിപ്പോർട്ട് നൽകിയിരുന്നു. ഓടുമേഞ്ഞ സ്കൂൾ കെട്ടിടമാണ് അപകടാവസ്ഥയിലുള്ളതെന്നും അടിയന്തരമായി പൊളിക്കണമെന്നുമാണ് എഞ്ചിനീയറിംഗ് വിഭാഗം റിപ്പോർട്ട് നൽകിയത്. എറണാകുളം വടുതലയിൽ ദമ്പതികളെ തീകൊളുത്തി കൊല്ലാൻ ശ്രമിച്ച ശേഷം അയൽവാസിയായ യുവാവ് ആത്മഹത്യ ചെയ്തു. വടുതല സ്വദേശിയായ വില്യം എന്ന യുവാവിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഗുരുതരമായി പൊള്ളലേറ്റ അയൽവാസികളായ ക്രിസ്റ്റഫറും ഭാര്യ മേരിയും ആശുപത്രിയിൽ ചികിത്സയിലാണ്. പള്ളിപ്പെരുന്നാളിന് പോയി മടങ്ങുകയായിരുന്ന ദമ്പതിമാരെ സ്കൂട്ടർ തടഞ്ഞു നിർത്തിയാണ് വില്യം മണ്ണെണ്ണയൊഴിച്ച് തീകൊളുത്തിയത്. വാഹനവും ഭൂരിഭാഗം കത്തിനശിച്ചു. 50% പൊള്ളലേറ്റ ക്രിസ്റ്റഫറിന്റെ നില ഗുരുതരമാണ്. നേരത്തെയും ഇവർക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നതായി അയൽവാസികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ സാംഗ്ലി ജില്ലയിൽ ഇസ്ലാംപൂർ എന്ന സ്ഥലത്തിന്റെ പേര് ഈശ്വർപൂർ എന്നാക്കി പുനർനാമകരണം ചെയ്യുമെന്ന് മഹാരാഷ്ട്ര സർക്കാർ. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. സ്ഥലത്തിന്റെ പേര് മാറ്റാൻ തീരുമാനിച്ചതായി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ഛഗൻ ഭുജ്ബൽ നിയമസഭയിൽ പറഞ്ഞു. സംസ്ഥാന സർക്കാർ മന്ത്രിസഭാ തീരുമാനം കേന്ദ്രത്തിന്റെ അംഗീകാരത്തിനായി അയക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പഹൽഗാം ആക്രമണത്തിന് പിന്നിലുള്ള TRFനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച അമേരിക്കയുടെ നടപടിയെ സ്വാഗതം ചെയ്ത് രാജേഷ് നർവാൾ. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട നാവികസേന ഉദ്യോഗസ്ഥൻ ലഫ്റ്റനന്റ് വിനയ് നർവാലിന്റെ പിതാവായ രാജേഷ് നർവാൽ പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിനെതിരെയും തുറന്നടിച്ചു. TRFനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചാൽ മാത്രം പോരെന്നും പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യണമെന്നും രാജേഷ് നർവാൽ പറഞ്ഞു. റെയിൽവേ ട്രാക്ക് മുറിച്ചു കടക്കുന്നതിനിടെ തീവണ്ടി ഇടിച്ച് 3 ആനകൾ ചരിഞ്ഞു. 2 കുട്ടിയാനകളും ഒരു പിടിയാനയുമാണ് സംഭവസ്ഥലത്ത് ചരിഞ്ഞത്. പശ്ചിമ ബംഗാളിലെ ബാസ്തോല റെയിൽവേ സ്റ്റേഷന് സമീപമാണ് സംഭവം. ഛത്തീസ്ഗഡിലെ നാരായൺപൂർ ജില്ലയിൽ വെള്ളിയാഴ്ച സുരക്ഷാ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 6 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടതായി അധികൃതർ അറിയിച്ചു. ഇതോടെ ഈ വർഷം ഛത്തീസ്ഗഡിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളുടെ എണ്ണം 221 ഇതിൽ 204 പേരും ബസ്തർ മേഖലയിൽ നിന്നുള്ളവരാണ്. അതിർത്തിയിൽ നിന്ന് പാകിസ്ഥാൻ ഡ്രോണുകൾ പിടികൂടി BSF ഉദ്യോഗസ്ഥർ. പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിച്ച ഡ്രോണുകളാണ് BSF പിടികൂടിയത്. അമൃത്സർ അതിർത്തിയിൽ ഇന്നലെ രാത്രി നടന്ന തിരച്ചിലിലാണ് ഡ്രോണുകൾ കണ്ടെത്തിയത്. 6 ഡ്രോണുകളാണ് കണ്ടെത്തിയത്. ഇവയിൽ ഘടിപ്പിച്ച നിലയിൽ 1.75 കിലോഗ്രാം ഹെറോയിനും BSF പിടികൂടി. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലെ ഇന്ദിരാപുരത്ത് KFC ഔട്ട്ലെറ്റിന് പുറത്ത് ഹിന്ദു രക്ഷാദൾ പ്രവർത്തകരുടെ പ്രതിഷേധം.
കൻവാർ യാത്രയ്ക്കിടെ ഔട്ട്ലെറ്റിൽ മാംസാഹാരം വിളമ്പരുതെന്നും സസ്യാഹാരം മാത്രമേ വിളമ്പാവൂവെന്നും ആവശ്യപ്പെട്ടാണ് ഹിന്ദു രക്ഷാദൾ പ്രവർത്തകർ സമരം നടത്തിയത്. അതേസമയം ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 223 പ്രകാരം തിരിച്ചറിയാത്ത 10 വ്യക്തികൾക്കെതിരെ സ്വമേധയാ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. സംസ്ഥാന വാണിജ്യ വകുപ്പ് നോട്ടീസ് അയച്ചതിൽ പ്രതിഷേധിച്ച് UPI വഴി പണം സ്വീകരിക്കുന്നത് നിർത്തി കർണാടകയിൽ വ്യാപാരികളുടെ പ്രതിഷേധം. ഒരു വിഭാഗം വ്യാപാരികളാണ് പ്രതിഷേധിക്കുന്നത്. കർണാടകയിൽ സംസ്ഥാന വാണിജ്യ നികുതി വകുപ്പ് 13,000-ഓളം ചെറുകിട വ്യാപാരികൾക്ക് നോട്ടീസ് അയച്ചതിന് പിന്നാലെയാണ് ബഹിഷ്കരണം. പ്രതിഷേധ സൂചകമായി നിരവധി വ്യാപാരികൾ സ്ഥാപനങ്ങളിൽ കറൻസി നോട്ടുകൾ മാത്രമേ സ്വീകരിക്കൂവെന്ന ബോർഡ് സ്ഥാപിച്ചു. ദക്ഷിണ കന്നഡയിലെ ധർമ്മസ്ഥലയിൽ നടന്നുവെന്ന് പറയപ്പെടുന്ന കൂട്ടക്കൊല, കൂട്ടബലാത്സംഗം, കൂട്ടശവസംസ്കാരം എന്നിവ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുന്നത് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വ്യക്തമാക്കി. SIT രൂപീകരിക്കുന്നതിൽ സർക്കാരിന് എതിർപ്പില്ലെന്നും സംഭവത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തി പോലീസ് റിപ്പോർട്ട് നൽകിയതിനു ശേഷം ഇക്കാര്യം പരിഗണിക്കുമെന്നും മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വ്യക്തമാക്കി. 1 കോടി രൂപ തട്ടിയ ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ് കേസിൽ 9 പേരെ കല്യാണി സബ് ഡിവിഷണൽ കോടതി കുറ്റക്കാരായി കണ്ടെത്തി. ഡിജിറ്റൽ അറസ്റ്റ് കേസിൽ ഇന്ത്യയിലെ ആദ്യത്തെ കോടതി വിധിയാണ് ഇത്. മഹാരാഷ്ട്രയിൽ നിന്നുള്ള 4 പേർ, ഹരിയാനയിൽ നിന്നുള്ള 3 പേർ, ഗുജറാത്തിൽ നിന്നുള്ള 2 പേർ എന്നിവരെയാണ് കുറ്റക്കാരായി കണ്ടെത്തിയത്. ഏതൊരു രാജ്യത്തിന്റെയും പുരോഗതിക്ക് സ്ത്രീ ശാക്തീകരണം അത്യന്താപേക്ഷിതമാണെന്നും അവരെ പിന്തിരിപ്പൻ ആചാരങ്ങളിൽ നിന്നും പാരമ്പര്യങ്ങളിൽ നിന്നും മോചിപ്പിക്കണമെന്നും RSS മേധാവി മോഹൻ ഭാഗവത്. പുരുഷനില്ലാത്ത ഒരു അധിക ഗുണം സ്ത്രീക്കുണ്ടെന്നും സ്ത്രീകൾ അവർക്കിഷ്ടമുള്ളത് ചെയ്യട്ടെയെന്നും മോഹൻ ഭാഗവത് പറഞ്ഞു. BJPയുടെ തിരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നിർണായക പങ്കുണ്ടെന്ന് BJP MP നിഷികാന്ത് ദുബെ. മുൻപ് BJPക്ക് വോട്ട് ചെയ്യാതിരുന്ന പല വിഭാഗങ്ങളും ഇപ്പോൾ പാർട്ടിയെ പിന്തുണയ്ക്കുന്നുണ്ടെന്നും പല സംസ്ഥാനങ്ങളിലും പാർട്ടി പുതിയ മുന്നേറ്റങ്ങൾ നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. ഭർത്താവിന് ശാരീരിക ബന്ധം നിഷേധിക്കുന്നതും വിവാഹേതര ബന്ധമുണ്ടെന്ന് ഭാര്യ സംശയിക്കുന്നതും വിവാഹമോചനത്തിനുള്ള കാരണമായി കണക്കാക്കാമെന്ന് ബോംബെ ഹൈക്കോടതി. വിവാഹമോചനം അനുവദിച്ചുകൊണ്ട് പൂനെയിലെ കുടുംബ കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ടുള്ള യുവതിയുടെ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. പശ്ചിമ ബംഗാളിൽ RJ കർ ആശുപത്രിയിലെ ട്രെയിനി ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ തൃണമൂൽ കോൺഗ്രസ് സംരക്ഷിക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദുർഗാപൂരിൽ നടന്ന പൊതുപരിപാടിയിൽ സംസാരിക്കവെയായിരുന്നു പ്രധാനമന്ത്രിയുടെ ആരോപണം. കരസേനയ്ക്ക് വേണ്ടിയുള്ള കവചിത വാഹന പദ്ധതിയിൽ നിന്ന് US-ന്റെ സ്ട്രൈക്കറിനെ ഇന്ത്യ ഒഴിവാക്കി. സൈന്യത്തിന്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താനുള്ള പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കാത്തതിനെ തുടർന്നാണ് തീരുമാനം. ഇനി തദ്ദേശീയമായി വികസിപ്പിച്ച കേസ്ട്രൽ എന്ന കവചിത വാഹനമാകും സൈന്യം വാങ്ങുകയെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യൻ വിമാനങ്ങൾക്ക് തങ്ങളുടെ വ്യോമപാത ഉപയോഗിക്കുന്നത് വിലക്കിയുള്ള നടപടി ഓഗസ്റ്റ് 24 വരെ നീട്ടി പാകിസ്ഥാൻ. ഇന്ത്യൻ എയർലൈൻസുകൾക്ക് പുറമെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത വിമാനങ്ങൾക്കും പാകിസ്ഥാൻ വ്യോമാതിർത്തി ഉപയോഗിക്കുന്നതിനുള്ള വിലക്ക് 1 മാസത്തേക്ക് നീട്ടിയിട്ടുണ്ട്. പാകിസ്ഥാൻ വിമാന കമ്പനികൾക്കുള്ള 5 വർഷത്തെ വിലക്ക് നീക്കി UK. വ്യോമയാന സുരക്ഷാ മാനദണ്ഡങ്ങളിൽ പുരോഗതി ഉണ്ടായെന്ന് ബ്രിട്ടന് ബോധ്യം വന്നതിന് പിന്നാലെയാണ് വിലക്ക് പിൻവലിച്ചതെന്നാണ് റിപ്പോർട്ട്. UK-യിലേക്കുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ പാകിസ്ഥാൻ വിമാന കമ്പനികൾക്ക് അപേക്ഷ നൽകാൻ UK അനുമതി നൽകിയിട്ടുണ്ട്. ഓട്ടിസം ബാധിച്ചവരെ പരിചരിക്കാൻ പുതിയ റോബോട്ട്. ഓട്ടിസം റോബോട്ട് എന്ന പേരിൽ സൗദി അറേബ്യയിലെ നജ്റാൻ സർവകലാശാലയാണ് വികസിപ്പിച്ചെടുത്തത്. ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് സുരക്ഷിതമായി ആശയവിനിമയം നടത്താനും സ്വയം പ്രകടിപ്പിക്കാനും സഹായിക്കുന്നതാണ് ഇത്. സൗദി സർവകലാശാലകളുടെ ഇടയിൽ ഒരു പുതിയ റെക്കോർഡായി ഈ ശാസ്ത്രീയ നേട്ടത്തെ വിലയിരുത്തുന്നു. ഫ്രീ സ്റ്റൈൽ ഗ്രാൻഡ് സ്ലാം ചെസ് ടൂറിൽ ചരിത്രം കുറിച്ച് ഇന്ത്യൻ താരം അർജുൻ എരിഗാസി. ക്വാർട്ടറിൽ ഉസ്ബെക്കിസ്ഥാന്റെ നോദർബെക് അബ്ദുസത്താറോവിനെ തോൽപ്പിച്ച് അർജുൻ സെമിയിലെത്തി. ഫ്രീ സ്റ്റൈൽ ഗ്രാൻഡ് സ്ലാം ചെസ് ടൂറിൽ സെമിയിലെത്തുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് അർജുൻ എരിഗാസി.
സെമിയിൽ അർമേനിയൻ താരം ലെവോൺ ആരോണിയനാണ് അർജുന്റെ എതിരാളി. അതേസമയം ഇന്ത്യയുടെ ആർ പ്രജ്ഞാനന്ദ ക്വാർട്ടറിൽ പരാജയപ്പെട്ടു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.